വെൽക്കം ടു ഗ്രേഡിയൻറ്റ്. ഇലക്ട്രിക് എനർജി കൺസംഷൻ ആൻഡ് കൺസർവേഷൻ എന്ന ചാപ്റ്റർ നമ്മൾ പഠിച്ചുകൊണ്ടിരുന്നത്. അതിൽ ഇന്നത്തെ ക്ലാസ് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഇലക്ട്രിക് പവറിനെ പറ്റിയാണ്. എന്താണ് ഇലക്ട്രിക് പവർ, എങ്ങനെയാണ് അത് കാൽക്കുലേറ്റ് ചെയ്യുന്നത്, അതുമായി ബന്ധപ്പെട്ട് എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ അറിഞ്ഞിരിക്കണം, അതെല്ലാം നമ്മൾ എന്ത് ചെയ്യും ഇന്നത്തെ ഒരു ക്ലാസ് കൊണ്ട് പഠിക്കും. സോ ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ ഉറപ്പായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ക്ലാസ്സുകൾ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. നോട്ട് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മുടെ ടെലഗ്രാം, വാട്സാപ്പ് ചാനലുകളിൽ ജോയിൻ ചെയ്യുക. രണ്ടിൻ്റെയും ലിങ്ക് എന്ത് ചെയ്തിട്ടുണ്ട്, ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. മുന്നേ ഉള്ള ക്ലാസ്സുകൾ കിട്ടാൻ പ്ലേലിസ്റ്റിൻ്റെ ലിങ്കും എന്താണ് ഡിസ്ക്രിപ്ഷനിൽ ഉണ്ട്. നമുക്ക് തുടങ്ങാമല്ലോ. പവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? മുന്നേ ഉള്ള ക്ലാസ്സുകളിൽ നിങ്ങൾ പഠിച്ചിട്ടുണ്ട് അല്ലേ? തൊട്ട് മുമ്പ് 9ാം ക്ലാസ്സിൽ നമ്മൾ പവർ എന്താണെന്ന് വ്യക്തമായിട്ട് പഠിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ഈ പറയുന്ന ഇലക്ട്രിക്കൽ ഉപകരണങ്ങൾ ഏതെടുത്താലും അതിലിങ്ങനെ പവർ റേറ്റിംഗ്സ് കൊടുത്തിട്ടുണ്ട്. ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഇപ്പോൾ ഒരു ഉദാഹരണമാണ് 750 വാട്ട് എന്ന് പറയുന്നത്. ഈ W എന്ന് പറയുന്നത് വാട്ടാണ് അല്ലേ? അപ്പോൾ മുന്നേ പഠിച്ചിട്ടുണ്ട് പവറിൻ്റെ യൂണിറ്റ് ആണ് എന്ത്, വാട്ട് എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ് ഈ ഒരു ഇലക്ട്രിക്കൽ ഉപകരണത്തിൻ്റെ വാട്ട് എന്ന പവർ എന്നതുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്? അപ്പോൾ അതാണ് നമ്മൾ ഇന്ന് പഠിക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഓർമ്മ ഉണ്ടാവുമല്ലോ അല്ലേ? പവർ എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? പവർ, ഇലക്ട്രിക് പവർ ആയാലും നോർമൽ പവർ ആയാലും നമ്മൾ P എന്ന ലെറ്റർ കൊണ്ട് ഡിനോട്ട് ചെയ്യും അല്ലേ? പവർ എന്ന് വെച്ചാൽ എന്താണ്? വർക്ക് ചെയ്യുന്നതിൻ്റെ തോത് അല്ലെങ്കിൽ റേറ്റ്. നമ്മളതിനെ എങ്ങനെ വിളിക്കും? റേറ്റ് ഓഫ് ഡൂയിങ് വർക്ക്. അതിനാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? പവർ എന്ന് വിളിക്കുന്നത്. സാധാരണ പവർ എന്ന് വിളിക്കുന്നു. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ നമ്മൾ പറയും, രണ്ടാൾക്കാരെ നമ്മൾ എടുത്തിട്ട് ഒരാൾ നല്ല മസിലൊക്കെ ഉള്ള ഒരാളാണ്, മറ്റൊരു മെലിഞ്ഞ ഒരാളാണ്. നമ്മൾ കാണുമ്പോൾ തന്നെ പറയും, നമുക്ക് പറയാൻ പറ്റും എന്താണ്, ഈ പറയുന്ന മസിലൊക്കെ ഉള്ള ഒരാൾക്ക് നല്ല പവർ ഉണ്ടായിരിക്കും എന്ന് പറയും. ആണോ അല്ലേ? കാരണം എന്താ, അവർ രണ്ടുപേരും ഇപ്പോൾ നമ്മളൊരു ജോലി ചെയ്യിപ്പിക്കുകയാണെങ്കിൽ ഈ പറയുന്ന അത്യാവശ്യം നല്ല നല്ല ബോഡിയൊക്കെ ഉള്ള ഒരാൾക്ക് കൂടുതലായിട്ട് എന്ത് ചെയ്യാൻ പറ്റും, ഒരു ജോലി ചെയ്യാൻ പറ്റും എന്ന ലോജിക്കിലാണ് നമ്മളത് പറയുന്നത്. അപ്പോൾ ഇത് ആ ലോജിക്ക് തന്നെയാണ് ഇവിടെ ഉപയോഗിക്കുന്നത്. പവർ എന്ന് പറഞ്ഞാൽ എന്താണ്? വർക്ക് ചെയ്യുന്നതിൻ്റെ അളവ്. അപ്പോൾ നമ്മളത് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യും, എങ്ങനെ കണ്ടുപിടിക്കും? പവർ കണ്ടുപിടിക്കാനുള്ള ഫോർമുല എന്താണ്? പവർ എന്ന് വെച്ച് കഴിഞ്ഞാൽ വർക്ക് ബൈ ടൈം എന്നാണ്. ഒരു എക്സാമ്പിൾ പറയുകയാണ്, നമുക്കൊരു A എന്ന് പറയുന്ന ഒരു പോയിന്റിൽ നിന്നും B എന്ന് പറയുന്ന ഒരു പോയിന്റിലേക്ക് പോകണം. ഓക്കെ, അപ്പോൾ നമ്മൾ സൈക്കിൾ എവിടെയാണ് പോകുന്നതെങ്കിൽ നമുക്കറിയാം കുറച്ചധികം സമയം എടുക്കും ഇവിടെ എത്താനായിട്ട്. നേരെ മറിച്ച് നിങ്ങളിപ്പോൾ ഒരു ഡ്യൂക്ക് പോലെയുള്ള ബൈക്കിലാണെങ്കിൽ കുറച്ചുകൂടി വേഗത്തിൽ എത്താൻ പറ്റും. ഇനി ഒരു ലംബോർഗിനിയിലോ ഫെറാറിയിലോ ഒക്കെ ആണെങ്കിൽ നമുക്ക് അതിനേക്കാളും നേരത്തെ എത്താൻ പറ്റും അല്ലേ? അപ്പോൾ നമുക്ക് 3 വണ്ടിയിലും പവർ കൂടിയ വണ്ടി ഏതാണെന്ന് ചോദിച്ചാൽ നമ്മൾ പറയും അല്ലേ, ഏറ്റവും കുറഞ്ഞ സമയം കൊണ്ട് ഒരു ജോലി ചെയ്ത് തീർക്കുന്ന ആരാണോ അവനാണ് കൂടുതൽ ശക്തിമാൻ, കൂടുതൽ പവർ എന്ന് പറയുന്നത്. അപ്പോൾ പവർ കണ്ടുപിടിക്കാൻ നമ്മൾ എന്ത് ചെയ്താൽ മതി? ചെയ്ത വർക്കിന് എത്ര സമയം കൊണ്ട് ചെയ്തു എന്ന് കിട്ടാൻ വേണ്ടി പവർ ബൈ അല്ലെ വർക്ക് ബൈ ടൈം എടുത്താൽ നമുക്ക് എന്ത് കിട്ടും? പവർ കിട്ടും. അപ്പോൾ ഇത് തന്നെയാണ് പവറിൻ്റെ നമ്മൾ അടിസ്ഥാനമായിട്ട് അറിഞ്ഞിരിക്കേണ്ട കാര്യം. അപ്പോൾ ഈ ഇലക്ട്രിക് പവർ എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? അപ്പോൾ ഇലക്ട്രിക് പവറിനുള്ള വ്യത്യാസം എന്താ? ഇലക്ട്രിക് പവർ എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഈ ഇലക്ട്രിക്കൽ എനർജിക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഒരുപാട് ടൈപ്പ് ഓഫ് വർക്ക് ചെയ്യാൻ പറ്റും അല്ലേ? ഒരുപാട് ടൈപ്പ് ഓഫ് വർക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മൾ അതിലിപ്പോൾ ശ്രദ്ധ കൊടുക്കുന്ന ഏതിൽ മാത്രമാണ്? ഹീറ്റിംഗ് ഉപകരണങ്ങളുടെ കാര്യം മാത്രമേ നമ്മളിപ്പോൾ എടുക്കുന്നുള്ളൂ. എന്ത് മാത്രമേ എടുക്കുന്നുള്ളൂ? ഹീറ്റിംഗ് അപ്ലയൻസസ്. അപ്പോൾ ഹീറ്റിംഗ് അപ്ലയൻസ് ചെയ്യുന്ന വർക്ക് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ഹീറ്റ് ഉൽപ്പാദിപ്പിക്കുക എന്നുള്ളതാണ് അതിൻ്റെ വർക്ക് എന്ന് പറയുന്നത്. അപ്പോൾ അവിടുത്തെ പവർ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? വർക്ക് ബൈ ടൈമാണ്, നിങ്ങൾക്കറിയാം. അപ്പോൾ ഇവിടുത്തെ വർക്ക് എന്ന് പറഞ്ഞാൽ ഹീറ്റ് അല്ലേ? അപ്പോൾ നമുക്ക് എന്തെന്ന് എഴുതാം? ഹീറ്റ് പ്രൊഡ്യൂസ്ഡ് ബൈ ടൈം എന്നെടുത്തു കഴിഞ്ഞാൽ തെറ്റൊന്നുമില്ലല്ലോ. അപ്പോൾ ഒരു ഡിവൈസിൻ്റെ ഇലക്ട്രിക്കൽ പവർ എന്ന് പറയുന്നത് ആ ഉപകരണം എത്രത്തോളം ഹീറ്റ് എത്ര സമയം കൊണ്ട് ഉൽപ്പാദിപ്പിക്കുന്നു എന്നതാണ്. എന്തിനു മാത്രം? ഹീറ്റിംഗ് അപ്ലയൻസിന് മാത്രം. നമ്മളിപ്പോൾ ഈ പറയുന്ന ക്ലാസ്സിൽ അല്ലെങ്കിൽ ഈ പറയുന്ന ചാപ്റ്ററിൽ നമ്മൾ ഹീറ്റ് വർക്കിനെ പറ്റി മാത്രമേ പറയുന്നുള്ളൂ. അതുകൊണ്ട് നമുക്ക് ഈ ഒരു ഫോർമുല അങ്ങ് പഠിച്ചു വയ്ക്കാം. എന്താണ്? ഇലക്ട്രിക്കൽ പവർ ഇസ് ഈക്വൽ ടു എന്താണ്? വർക്ക് ബൈ ടൈം, അല്ലെങ്കിൽ നമുക്ക് എന്തായിട്ട് എടുക്കാം? ഹീറ്റ് ബൈ ടൈം എന്ന് എടുക്കാം. സെറ്റ് അല്ലേ? കാരണം എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ ഒരു ഉദാഹരണം നിങ്ങൾ ആലോചിച്ച് നോക്കി. ഒരു ഹീറ്റിംഗ് ഡിവൈസിൻ്റെ പ്രധാനപ്പെട്ട ഭാഗം ഏതാ? ഹീറ്റിംഗ് കോയിൽ. ഈ ഹീറ്റിംഗ് കോയിലൂടെ കറണ്ട് കടന്നു പോകുമ്പോൾ എന്താ പറ്റുന്നത്? ഇവിടെ റെസിസ്റ്റൻസ് ഉണ്ട് അല്ലേ? ഈ റെസിസ്റ്റൻസിനെ ഓവർകം ചെയ്യാനായിട്ട് ഹീറ്റിനവിടെ എന്ത് ചെയ്യേണ്ടി വരും? വർക്ക് ചെയ്യേണ്ടി വരും. ആ വർക്കാണ് എന്തായിട്ട് മാറുന്നത്? ഹീറ്റായിട്ട് മാറുന്നത് നമ്മൾ പഠിച്ചു. അപ്പോൾ വർക്കാണ് ഹീറ്റായിട്ട് മാറുന്നത്. അപ്പോൾ പവർ എന്ന് വെച്ച് കഴിഞ്ഞാൽ വർക്ക് ബൈ ടൈം ആണ്. അപ്പോൾ ആ വർക്കിന് വരും നമുക്ക് എന്തെടുക്കാം? ഹീറ്റ് ബൈ ടൈം എന്ന് എടുത്താൽ തെറ്റൊന്നുമില്ലല്ലോ. അപ്പോൾ ഇലക്ട്രിക് പവറിൻ്റെ ഫോർമുലയാണ് വർക്ക് ബൈ ടൈം അല്ലെങ്കിൽ ഹീറ്റ് ബൈ ടൈം. അപ്പോൾ നമുക്കറിയാം ജൂൾ നിയമം അനുസരിച്ച് ഹീറ്റ് കണ്ടുപിടിക്കാനായിട്ട് നമുക്ക് എത്ര ഫോർമുലയുണ്ട്? 3 ഫോർമുലയുണ്ട് അല്ലേ? ഏതൊക്കെയാണ് മെയിൻ ഫോർമുല? I² RT, രണ്ടാമത്തെ എന്താണ്? V² ബൈ R ഇൻറ്റു T, മറ്റേതെന്താണ്? VIT എന്ന് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചു. അപ്പോൾ ഈ 3 ഫോർമുലയും ഉപയോഗിച്ച് നമുക്ക് എന്ത് കണ്ടുപിടിക്കാം? അപ്പോൾ പവറും കണ്ടുപിടിക്കാം. അപ്പോൾ നമുക്ക് ആദ്യം പവർ കണ്ടുപിടിക്കാനുള്ള ഫോർമുല എന്താണ്? വർക്ക് ബൈ ടൈം അല്ലെങ്കിൽ ഹീറ്റ് ബൈ ടൈം അഥവാ I² RT ബൈ ടൈം. ടൈമും വെട്ടിപ്പോവും, നമുക്ക് എന്ത് കിട്ടും? I² R എന്ന് കിട്ടും. അപ്പോൾ പവർ കണ്ടുപിടിക്കാനുള്ള ഒന്നാമത്തെ ഫോർമുലയാണ് I² R. രണ്ടാമത്തെ ഫോർമുല നമുക്ക് നോക്കാം. പവർ ഈസ് ഈക്വൽ ടു V² ബൈ R ഇൻറ്റു T ബൈ T.
അപ്പോൾ ഈ ടിയും ടിയും അപ്പോഴും വെട്ടിപ്പോവും. അപ്പോൾ എന്ത് കിട്ടും? പവർ ഈസ് ഈക്വൽ ടു V²/R എന്ന് കിട്ടും. അത് രണ്ടാമത്തെ ഫോർമുല. ഇനി മൂന്നാമത് നമുക്ക് എന്ത് കണ്ടുപിടിക്കാം? ഇതാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ഫോർമുല. പവർ ഈസ് ഈക്വൽ ടു VIT ഡിവൈഡഡ് ബൈ ടി. ടിയും ടിയും വെട്ടിപ്പോവും. നമുക്ക് എന്ത് കിട്ടും? പവർ ഈസ് ഈക്വൽ ടു V×I എന്ന് കിട്ടും. മൂന്നിലും നമ്മുടെ സ്റ്റാൻഡേർഡ് ഫോർമുല ഏതെന്ന് ചോദിച്ചാൽ അത് പവർ ഈസ് ഈക്വൽ ടു V×I ആണ്. ഈ മൂന്ന് ഫോർമുല ഉപയോഗിച്ച് നമുക്കപ്പോൾ എന്ത് കണ്ടുപിടിക്കാൻ പറ്റും? പവർ കണ്ടുപിടിക്കാനായിട്ട് പറ്റും. അപ്പോൾ ഇതാണ് ഫസ്റ്റ് നമ്മളിവിടെ പഠിക്കുന്നത്. ടെക്സ്റ്റ് ബുക്ക് എടുത്തേ. പവർ എന്താണെന്ന് നോക്കി. ഇതാ കാണുന്നു പവർ. എന്താണ്? ഇറ്റ് ഈസ് ദ ക്വാണ്ടിറ്റി ഓഫ് വർക്ക് ഡൺ ബൈ എൻ ഇലക്ട്രിക്കൽ അപ്ലയൻസ് പെർ യൂണിറ്റ് ടൈം. അല്ലേ? അപ്പോൾ ഇലക്ട്രിക്കൽ അപ്ലയൻസ് യൂണിറ്റ് ടൈം കൊണ്ട്, അതായത് ഡിവൈഡഡ് ബൈ ടൈം കൊണ്ട് ചെയ്യുന്ന വർക്കാണ് എന്ത് അവിടുത്തെ പവർ എന്ന് പറയുന്നത്. സോ വർക്ക് ഡൺ ബൈ എൻ ഇലക്ട്രിക്കൽ അപ്ലയൻസ് ഈസ് ദ കൺവേർഷൻ ഓഫ് ഇലക്ട്രിക്കൽ എനർജി ഇൻ ടു അനദർ ഫോം ഓഫ് എനർജി. പല ഫോമിലോട്ട് മാറ്റാം. സോ നമ്മൾ എന്ത് ചെയ്യുന്നു? ഹീറ്റിംഗ് അപ്ലയൻസ് മാത്രം എടുക്കുന്നു. അപ്പോൾ ഹീറ്റിംഗ് അപ്ലയൻസിന്റെ വർക്ക് എന്താ? ഹീറ്റ് പ്രൊഡ്യൂസ് ചെയ്യുക എന്നുള്ളത്. അപ്പോൾ അവിടുത്തെ വർക്ക് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ക്വാണ്ടിറ്റി ഓഫ് ഹീറ്റിന് ഈക്വൽ ആയിരിക്കും. അല്ലെങ്കിൽ വർക്ക് എന്ന് പറയുന്നത് എന്തായിരിക്കും? I²RT ഈക്വൽ ആയിരിക്കും. അപ്പോൾ പവർ എന്ന് വെച്ചാൽ വർക്ക് ബൈ ടൈം. അപ്പോൾ വർക്ക് ബൈ ടൈം I²RT ബൈ ടൈം. ടൈമും വെട്ടിപ്പോയി പവറിന്റെ ഒന്നാമത്തെ ഇക്വേഷൻ കിട്ടി. പവർ ഈസ് ഈക്വൽ ടു എന്താണ്? I²R. സെറ്റ് അല്ലേ? സിമ്പിൾ അല്ലേ? അങ്ങനെയാണെങ്കിൽ നമ്മുടെ ഓംസ് ലോയുടെ ബാക്കി ഓരോ ഭാഗം കൊടുക്കുകയാണ്. എന്താണ്? I ഈസ് ഈക്വൽ ടു V/R കൊടുക്കുന്നു. അപ്പോൾ പവർ ഈസ് ഈക്വൽ ടു എന്ത് കിട്ടും? നമുക്ക് ഈ പറയുന്ന V²/R എന്ന് കിട്ടും. അല്ലെങ്കിൽ പവറിന്റെ ഇക്വേഷൻ V×I എന്നും കിട്ടും. അങ്ങനെ പവറിന്റെ മൊത്തം 3 ഇക്വേഷൻ: I²R, V²/R, അതുപോലെ എന്താണ്? V×I. അതിൽ സ്റ്റാൻഡേർഡ് ഫോർമുല എന്ന് പറയുന്നത് എന്താണ്? P ഈസ് ഈക്വൽ ടു V×I ആണെന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കി വയ്ക്കും. ഓക്കെ, ഇതാണ് സ്റ്റാൻഡേർഡ് ഫോർമുല. അതായത് ഹീറ്റിന്റെ സ്റ്റാൻഡേർഡ് ഫോർമുല I²RT നമ്മൾ പറയുന്ന പോലെ പവറിന്റെ സ്റ്റാൻഡേർഡ് ഫോർമുല വോൾട്ടേജ് ഇൻറ്റു കറണ്ട് ആണ്. ആണെന്ന് മനസ്സിലാക്കി വയ്ക്കും. ഇനി ഇവിടെ വേറൊരു കാര്യം കൂടെ പറയുന്നു. സംഭവം വേറൊന്നുമില്ല, നമുക്കറിയാമല്ലോ. അതായത് ഹീറ്റ് ഉണ്ടെങ്കിൽ സിമ്പിൾ ഫോർമുലയാണ് പറയുന്നത്. H ഈസ് ഈക്വൽ ടു എന്താണ്? I²RT ആണ്. നമ്മളിപ്പോൾ പഠിച്ചു P ഈസ് ഈക്വൽ ടു എന്താണ്? I²R ആണ്. എന്ന് വെച്ചാൽ ഒരു ഉപകരണത്തിന്റെ പവർ നമുക്കറിയാമെങ്കിൽ അവിടുത്തെ ഹീറ്റ് കാൽക്കുലേറ്റ് ചെയ്യാൻ എന്ത് ചെയ്താൽ മതി? ഈ I²R വരെ P എന്ന് കൊടുത്താൽ മതിയല്ലോ. അപ്പോൾ P×T എന്ന് കിട്ടും. അപ്പോൾ ഒരു ഉപകരണത്തിന്റെ ഹീറ്റ് കണ്ടുപിടിക്കണം. നമുക്ക് എന്തറിയാം? പവർ അറിയാമെങ്കിൽ നമ്മൾ പവറിനെ ടൈം കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് സിമ്പിളായി എന്ത് കണ്ടുപിടിക്കാൻ പറ്റും? ഹീറ്റ് കണ്ടുപിടിക്കാനായിട്ട് പറ്റും. അപ്പോൾ ഹീറ്റ് കണ്ടുപിടിക്കാനുള്ള ഒന്നാമത്തെ ഫോർമുല അല്ലെങ്കിൽ I²RT എന്നൊരു ഫോർമുലയുണ്ട്. V²/R×T എന്ന് പറയുന്നൊരു ഫോർമുലയുണ്ട്. VIT എന്ന് പറയുന്നൊരു ഫോർമുലയും ഉണ്ട്. പക്ഷേ ഡയറക്റ്റായി നമുക്ക് പവർ അറിയാമെങ്കിൽ നമുക്ക് ഹീറ്റ് കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി? പവറിനെ ടൈം കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താലും മതി. സെറ്റ് അല്ലേ? If we substitute the value of P in the equation we used to calculate heat, ഹീറ്റിന്റെ ഇക്വേഷനിൽ പവറിന്റെ ഫോർമുല നമ്മൾ ഇട്ട് കൊടുത്താൽ നമുക്ക് ഹീറ്റ് എന്ന് വെച്ചാൽ P×T എന്ന് കിട്ടും. സോ അത് വെച്ച് നമുക്ക് കണ്ടുപിടിക്കാനും പറ്റും. സോ നമുക്ക് കാര്യങ്ങൾ കണ്ടുപിടിക്കാൻ കുറച്ചുകൂടി ഈസി ആയിരിക്കും. ഓക്കെ, ഇറ്റ് ഈസ് അണ്ടർസ്റ്റുഡ് ദാറ്റ് ദ quantity of heat produced in a given time can be found if the power of the appliance is known. പവർ അറിയാമെങ്കിൽ നമുക്കപ്പോൾ ഹീറ്റ് കണ്ടുപിടിക്കാൻ പവറിനെ എന്ത് ചെയ്താൽ മതി? ടൈം കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതിയാവും. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് ഇവിടെ ഒരു ടേബിളും തന്നിട്ടുണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മളിവിടെ ആദ്യത്തെ ഘട്ടത്തിൽ പഠിക്കുന്നത്. ഇത്രയും കാര്യം നിങ്ങൾക്ക് ഓക്കെ ആണെങ്കിൽ എല്ലാവരും ഒന്ന് വീഡിയോ ലൈക്ക് ചെയ്തേ. എല്ലാവരും മനസ്സിലായി എന്നൊന്ന് കമൻറ്റ് ചെയ്തേ. നമുക്ക് നോക്കാമല്ലോ എത്ര പേര് ഇത് ഫുള്ളായിട്ടിരുന്ന് കാണുന്നുണ്ടെന്ന്. അപ്പോൾ ഇതാണ് എന്താ? ഹീറ്റിനും പവറിൻ്റെ കാര്യം. അപ്പോൾ പറഞ്ഞ കാര്യം ഞാൻ ഒന്നുകൂടെ പറയുകയാണ്. ഇലക്ട്രിക്കൽ പവർ കണ്ടുപിടിക്കാനായിട്ട് നമ്മുടെ പക്കൽ 3 ഇക്വേഷൻ അപ്പോൾ കിട്ടി. ഒന്ന്, ഇലക്ട്രിക് പവർ ഈസ് ഈക്വൽ ടു I²R. മറ്റൊന്ന് ഇലക്ട്രിക് പവർ ഈസ് ഈക്വൽ ടു എന്താണ്? V²/R. അതുപോലെ ഇലക്ട്രിക് പവർ ഈസ് ഈക്വൽ ടു V×I. ഇത് 3 കിട്ടിയാലും ഇലക്ട്രിക് പവറിന്റെ യൂണിറ്റിന് മാറ്റമൊന്നുമില്ല. ഇലക്ട്രിക് പവറിന്റെ യൂണിറ്റ് ആണ് എന്ത്? വാട്ട്. ഇലക്ട്രിക് പവറിന്റെ യൂണിറ്റ് ആണ് എന്ത്? വാട്ട് അഥവാ W. സെറ്റ്. ഇനി നമുക്ക് ഹീറ്റ് കണ്ടുപിടിക്കുമ്പോൾ പവർ നമുക്ക് അറിയാമെങ്കിൽ ഹീറ്റ് കണ്ടുപിടിക്കാൻ പുതിയൊരു ഇക്വേഷൻ കൂടെ കിട്ടി. പവറിന് ടൈം കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്കവിടെ എന്ത് കിട്ടും? ഹീറ്റ് കിട്ടും. സെറ്റാണ്. ഓക്കെ ആണല്ലോ? ഇത്രയും കാര്യം സംശയമൊന്നുമില്ലല്ലോ. അങ്ങനെയാണെങ്കിൽ നമുക്കിപ്പോൾ പറഞ്ഞ കാര്യങ്ങളുടെ നോട്ടൊന്ന് നോക്കാമോ? അപ്പോൾ ഇലക്ട്രിക് പവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഇറ്റ് ഈസ് ദ വർക്ക് ഡൺ ബൈ ആൻ ഇലക്ട്രിക്കൽ അപ്ലയൻസ്. നമ്മൾ ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് 3 ഇക്വേഷൻ V×I, I²R, V²/R സെറ്റാണ്. ഓക്കെ, ഈ പറഞ്ഞ യൂണിറ്റ് എന്ന് പറയുന്നത് എന്താണ്? SI യൂണിറ്റ് എന്ന് പറയുന്നത് വാട്ടാണ്, അല്ലെങ്കിൽ ജൂൾ/സെക്കൻഡ് ആണ്. അപ്പോൾ ഇതും നോക്കി വയ്ക്കുക. ഇനി നമുക്ക് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ പവർ ആൻഡ് ഹീറ്റ് ചോദിച്ചാൽ നിങ്ങൾക്ക് പറയാൻ പറ്റും. ഹീറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? പവർ ഇൻറ്റു ടൈം ആണ്. അപ്പോൾ നമുക്കത് കണ്ടുപിടിക്കാനായിട്ടും പറ്റും. അപ്പോൾ ഇത് വെച്ചുള്ള ടേബിൾ കണ്ടുപിടിക്കാൻ ചോദിച്ചിട്ടുണ്ട്. വേറൊന്നുമില്ല, എന്താണ്? കംപ്ലീറ്റ് ദ പവർ ഓഫ് ഇലക്ട്രിക് അപ്ലയൻസ് ഈസ് മാർക്ക്ഡ് ഓൺ ഇറ്റ്. കംപ്ലീറ്റ് ദ ടേബിൾ. അതായത് ഒരു ബൾബുണ്ട്,
ബൾബിന്റെ പവർ എന്ന് പറയുന്നത് 9 ആണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ 1 സെക്കൻഡിൽ അവിടെ എത്രയായിരിക്കും? 9 × 1 9 ജൂൾ. അങ്ങനെയാണെങ്കിൽ 100 ആകുമ്പോൾ എത്രയായിരിക്കും? പ്രൊജക്ടർ 100 ആണെങ്കിൽ എന്തായിരിക്കും അവിടുത്തെ പവർ എന്ന് പറയുന്നത്? ഹീറ്റ് എന്ന് പറയുന്ന എനർജി എന്ന് പറഞ്ഞാൽ എത്രയായിരിക്കും? ഇവിടെ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിച്ചേ, ഇവിടെ ചോദിച്ചിട്ടുള്ള എന്താണ്? എനർജി കൺസ്യൂംഡ്. അപ്പം നിങ്ങൾ ചോദിക്കും, സാറേ അതെങ്ങനെ ശരിയാകും? പവർ നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ നമുക്ക് ഹീറ്റ് കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി? പവർ ഇൻറ്റു ടൈം ചെയ്താൽ മതി എന്നല്ലേ പറഞ്ഞേ? ഇവിടെ ഹീറ്റ് അല്ലല്ലോ, എനർജി അല്ലേ ചോദിച്ചിട്ടുള്ളതെന്ന് ചോദിച്ച് വെറുതെ ഡൗട്ട് അടിക്കരുത്. ഹീറ്റ് എനർജി തന്നെയാണ്. ഓക്കെ, ഹീറ്റ് എനർജി തന്നെയാണ്. അപ്പോൾ പവർ ഇൻറ്റു ടൈം ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? എനർജി കിട്ടും. അപ്പോൾ നിങ്ങൾ ചോദിക്കും, ഇതെന്തിനാ ഇപ്പം ഇങ്ങനെ എടുത്ത് പറഞ്ഞേ? കാര്യമുണ്ട്. ഇത് കഴിഞ്ഞിട്ട് നമ്മൾ അടുത്ത് വാട്ട് അവർ മീറ്റർ എന്ന് പറയുന്ന നമ്മുടെ വീട്ടിൽ കറണ്ട് അളക്കുന്ന ഉപകരണത്തെ പറ്റി പഠിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഈ സംശയം വരാൻ പാടില്ല. അതുകൊണ്ടാണ് ഞാൻ ഇപ്പോഴേ പറഞ്ഞത്, എനർജി എന്നിവിടെ പറയുമ്പോൾ ഹീറ്റ് എനർജി തന്നെയാണ്. അല്ലെങ്കിൽ എനർജി കണ്ടുപിടിക്കാൻ പവർ ഇൻറ്റു ടൈം ചെയ്താൽ മതി. അത് ഹീറ്റ് എനർജി ആണെങ്കിൽ ഹീറ്റ് എനർജി, അത് ലൈറ്റ് എനർജി ആണെങ്കിൽ ലൈറ്റ് എനർജി, ഏത് എനർജി ആയാലും പവർ ഇൻറ്റു ടൈം ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? ഊർജ്ജമാണ് കിട്ടുന്നത്. പവർ ഇൻറ്റു ടൈം ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? എനർജി കിട്ടും. ഓക്കെ, സംശയം വരരുത്. അപ്പോൾ അത് ഞാൻ ഒന്നും ഇവിടെ എനർജിയിൽ നിന്ന് കണ്ട ആർക്കെങ്കിലും സംശയം വരണ്ടെന്ന് വെച്ച് ഞാൻ പറഞ്ഞേ ഉള്ളൂ. ഇനി അത് കാരണം സംശയം വല്ലതും വന്നു കൺഫ്യൂഷൻ ആയെങ്കിൽ വിട്ടേക്ക്, അടുത്ത ക്ലാസ്സിൽ നമുക്കത് സെറ്റാക്കാം. മൾട്ടിപ്ലൈ ചെയ്താൽ ഒന്നുകൊണ്ട് നമുക്ക് അവിടെ എന്ത് കിട്ടും? എനർജി കിട്ടും. അപ്പോൾ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, എനർജി കണ്ടുപിടിക്കാൻ നമുക്ക് പവറിനെ ടൈം കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. അതിന് ഹീറ്റ് എനർജി ആണെങ്കിലും ഏത് എനർജി ആണെങ്കിലും എനർജി കിട്ടാൻ പവർ ഇൻറ്റു ടൈം ചെയ്താൽ മതി. തീർന്നു. ഇനി ചോദ്യങ്ങളിലോട്ട് പോവുക, നമുക്ക് ഇതുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന ചോദ്യം. അപ്പോൾ അതിന് മുന്നേ ആയിട്ട് ഇവിടെ ഒരു കാര്യം കിടപ്പുണ്ട്, വേറൊന്നുമല്ല. നമ്മുടെ വീട്ടിലെ ഉപകരണങ്ങൾ നമ്മൾ എടുത്ത് നോക്കുകയാണെങ്കിൽ അവിടെ പലപ്പോഴും എഴുതിയിരിക്കുന്നത്, ഒരു ഉദാഹരണം ഞാൻ പറയുകയാണ്, 230 വാട്ട് 750 വാട്ട്, 230 വോൾട്ട് 750 വാട്ട്. ഈ ഒരു രീതിയിലായിരിക്കും പലപ്പോഴും നമ്മുടെ വീട്ടിലുള്ള പല ഉപകരണങ്ങളിലും പവർ റേറ്റിംഗ് കൊടുത്തേക്കുന്നത്. ഇതിൻ്റെ മീനിങ് ആണ് ഇവിടെ എന്ത് ചെയ്തേക്കുന്നത്? പറഞ്ഞേക്കുന്നത്. അർത്ഥം ഇത്രയേ ഉള്ളൂ. നമുക്കറിയാം, നമ്മുടെ വീട്ടിൽ ഇപ്പോൾ വൈകിട്ടുള്ള സമയം നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, വോൾട്ടേജ് കുറവായിരിക്കും. കാരണം ഫാനും ലൈറ്റും ഒക്കെ അല്ലേ, ലൈറ്റ് മങ്ങിയായിരിക്കും കത്തുന്ന, ഫാനിൻ്റെ വേഗത സ്പീഡും കുറവായിരിക്കും. അപ്പോൾ നമ്മൾ നോർമലി പറയുന്നൊരു കാര്യമാണ്, വോൾട്ടേജ് എന്താണ്? കുറവാണ്. അപ്പോൾ അത് വെച്ച് നമ്മളൊന്ന് താരതമ്യപ്പെടുത്തി പഠിക്കുക. നോർമലി നമ്മുടെ വീട്ടിൽ വരുന്ന കറണ്ടിൻ്റെ വോൾട്ടേജ് എന്ന് പറയുന്നത് 230 വോൾട്ടാണ്. അപ്പോൾ ഇങ്ങനെ ഒരു സാധനം ഒരു ഡിവൈസിൽ എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം 230 വോൾട്ട് എന്ന പൊട്ടൻഷ്യൽ വ്യത്യാസം അല്ലെങ്കിൽ വോൾട്ടേജ് ആ ഉപകരണത്തിന് കിട്ടിക്കഴിയുമ്പോൾ അത് 750 വാട്ട് പവർ ഒരു സെക്കൻഡിൽ പ്രൊഡ്യൂസ് ചെയ്യും. അതായത് 230 കുറഞ്ഞാൽ പവറും എന്തായിരിക്കും? കുറവായിരിക്കും. അതുകൊണ്ടാണ് നമ്മുടെ ഫാൻ എന്ത് ചെയ്യുന്നത്? വോൾട്ടേജ് കുറയുമ്പോൾ കുറച്ച് പവറിൽ വർക്ക് ചെയ്യുന്നത്, അല്ലെങ്കിൽ എൻ്റെ വർക്ക് ചെയ്യുകയാണല്ലോ. അപ്പോൾ പവർ എന്ന് വെച്ചാൽ വർക്കിൻ്റെ തോതല്ലേ. അപ്പോൾ വോൾട്ടേജ് കുറയുമ്പോൾ പവർ കുറയുമെന്ന് വെച്ചാൽ അത് എന്ത് വർക്കാണോ ചെയ്തുകൊണ്ടിരുന്നത് ആ വർക്കും കുറയും. അപ്പോൾ ഫാനിൻ്റെ വേഗത കുറയുന്നത് എന്തുകൊണ്ടാണ്? അപ്പോൾ ആ വൈകിട്ടുള്ള സമയത്ത് കറക്റ്റ് 230 വോൾട്ടോളം നമുക്ക് കിട്ടത്തില്ല, വോൾട്ടേജ് കുറയും, അപ്പോൾ പവറും കുറയും. ഇനി വോൾട്ടേജ് കൂടിക്കഴിഞ്ഞാൽ എന്ത് പറ്റും? പവറും അതനുസരിച്ച് കൂടും. സോ ഒരു ഉപകരണം ഒപ്റ്റിമം കൃത്യമായി വർക്ക് ചെയ്യണമെങ്കിൽ അതിന് ഈ പറയുന്ന 230 കിട്ടണമെന്നാണ് അർത്ഥം. അതായത് 230 വോൾട്ട് കറക്റ്റ് കിട്ടിയാൽ ആ ഉപകരണം കറക്റ്റായിട്ട് അവിടെ വർക്ക് ചെയ്യും. അതാണ് ലേബലിംഗ് കൊണ്ട് നമ്മളിവിടെ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, മനസ്സിലായോ? സോ പവർ ലേബലിംഗ് എന്ന് പറഞ്ഞിട്ട് ഉദ്ദേശിക്കുന്നത് എന്താ? ഇലക്ട്രിക്കൽ എനർജി, എവറി ഇലക്ട്രിക്കൽ അപ്ലയൻസ് ഹാസ് ഇറ്റ്സ് പവർ, അല്ലെ, അതിനൊരു പവർ ഉണ്ട്. ആ പവർ കിട്ടാൻ അതിന് ഓപ്പറേറ്റ് ചെയ്യുന്ന ഒരു നിശ്ചിത വോൾട്ടേജ് ഉണ്ടാവും. ആ വോൾട്ടേജിൽ ഓപ്പറേറ്റ് ചെയ്യുമ്പോൾ ആ ഇത്ര നിശ്ചിത പവർ എന്ത് ചെയ്യും? ആ ഉപകരണം തരും എന്നതാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ നിങ്ങൾക്കത് ഡെയിലി ലൈഫിൽ ആവശ്യമായിട്ട് വരും. അതായത് ഇപ്പോൾ നമുക്കറിയാം, നമുക്ക് ചിലപ്പോൾ ഈ പറയുന്ന പവർ കൂടിയ ഉപകരണങ്ങളുണ്ടാവും. നിങ്ങളുടെ വീട്ടിലെ ഈ പറയുന്ന ഫ്രിഡ്ജ്, അതുപോലെ നമ്മുടെ പമ്പ് ചെയ്യുന്ന മോട്ടോർ, ഇതൊക്കെ സാധാരണ പ്ലഗിലാണോ കൊടുത്തേക്കുന്നത്? അല്ലല്ലോ. നമ്മൾ അതിനെ വിളിക്കുന്ന പേര് പവർ പ്ലഗ് എന്നല്ലേ. കാരണം എന്താ? ആ ഉപകരണങ്ങൾക്ക് കൃത്യം അതിന് നോട്ട് ചെയ്തിരിക്കുന്ന പവറിൽ വർക്ക് ചെയ്യണമെങ്കിൽ കുറച്ചുകൂടി കൂടുതൽ വോൾട്ടേജ് വേണം. അതായത് നമ്മുടെ ഈ സാധാരണ കുഞ്ഞു പ്ലഗിൽ നിന്ന് കിട്ടുന്ന വോൾട്ടേജ് പോലെ. അതുകൊണ്ടാണ് നമ്മൾ അവിടെ എന്ത് ചെയ്തിരിക്കുന്നത്? പ്രത്യേക ഒരു ലൈൻ വരച്ചിട്ട് അല്ലെ ഒരു വലിയ പവർ പ്ലഗ് അവിടെ കൊടുത്തേക്കുന്നത്. സോ ലോജിക്ക് ഇവിടെ കിട്ടുന്നുണ്ടോ? അപ്പോൾ ഏതൊരു ഉപകരണത്തിനും അത് പറയുന്ന പവറിൽ പ്രവർത്തിക്കണമെങ്കിൽ അതിനൊരു നിശ്ചിത വോൾട്ടേജ് കിട്ടണം. ആ വോൾട്ടേജ് എത്രയെന്നുള്ളതായിരിക്കും ആ ഉപകരണത്തിൽ എഴുതി വച്ചേക്കുന്നത്. ആ പവർ കിട്ടിയാലേ ആ ഉപകരണം അതിൽ വർക്ക് ചെയ്യുള്ളൂ. ഓക്കെ, അതിൽ കൂടിയാൽ പവർ കൂടും, അതിൽ വോൾട്ടേജ് കൂടിയാൽ പവർ കൂടും, വോൾട്ടേജ് കുറഞ്ഞാൽ പവർ എന്ത് ചെയ്യും? കുറയും എന്നുള്ള കാര്യം മനസ്സിലാക്കി വയ്ക്കുക. ഓക്കെ, അപ്പോൾ അതാണ് പറയുന്നത്. ഇഫ് ദ അപ്ലയൻസ് ഓപ്പറേറ്റ് എബവ് ഓർ ബിലോ 230, ഫോർ എക്സാമ്പിൾ പറയുകയാണ്, പവർ വിൽ വേരി അക്കോർഡിംഗ്ലി. അതായത് വോൾട്ടേജ് ഇൻക്രീസ് ചെയ്താൽ പവർ ഇൻക്രീസ് ചെയ്യും, വോൾട്ടേജ് ഡിക്രീസ് ചെയ്താൽ പവർ ഡിക്രീസ് ചെയ്യും. ഇനി ചില ഉപകരണങ്ങൾ ഉണ്ടായിരിക്കും 400 വോൾട്ടിലായിരിക്കും വർക്ക് ചെയ്യുന്നത്. അത് നമ്മുടെ ഈ പറയുന്ന എന്ത് പറയാൻ പറ്റും, നമ്മുടെ
ചില ഫാക്ടറികൾ, അതുപോലെ നമ്മൾ ഈ അരിയൊക്കെ പൊടിപ്പിക്കുന്ന മില്ലുണ്ടല്ലോ, മില്ല്, അതുപോലെയുള്ള സ്ഥലങ്ങളിൽ ചിലപ്പോൾ വലിയ മെഷീൻസ് ഒക്കെ ഉണ്ട്. ആ മെഷീൻ വർക്ക് ചെയ്യണമെങ്കിൽ നമ്മുടെ വീട്ടിൽ കിട്ടുന്ന 230 പോരാ. അപ്പോൾ അവിടത്തേക്ക് പ്രത്യേക ലൈനായിരിക്കും നമ്മൾ വലിക്കുന്നത്. അപ്പോൾ അതാണ് അതിൻ്റെ ഒരു ലോജിക്ക്. നിങ്ങൾ കാര്യം പറ്റിയിട്ട് കാണുമല്ലോ, ഓരോ രാജ്യത്തും ഉപകരണങ്ങൾ ഡിസൈൻ ചെയ്യുന്നത് ആ രാജ്യത്ത് കൊടുക്കുന്ന പവറിലായിരിക്കും. ഫോർ എക്സാമ്പിൾ നമ്മുടെ ഇന്ത്യ എന്ന് പറയുന്ന രാജ്യത്ത് നമുക്കറിയാം 230 വോൾട്ടാണ് റേറ്റഡ് പവർ, റേറ്റഡ് വോൾട്ടേജ്. അപ്പോൾ ഈ വോൾട്ടേജിൽ മാക്സിമം പവർ കിട്ടുന്ന രീതിയിലായിരിക്കും നമ്മുടെ ഇന്ത്യയിലെ ഉപകരണങ്ങൾ എന്ത് ചെയ്തിരിക്കുന്നത്, ഡിസൈൻ ചെയ്തേക്കും. ഓക്കെ, അപ്പോൾ ഇനി ഇവിടെ ഒരു കാര്യം കൂടി മനസ്സിലാക്കുക. ഓക്കെ, നമ്മൾ പഠിച്ച പവറിൻ്റെ ഒരു ഫോർമുലയിൽ നമ്മൾ പഠിച്ചൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സംഭവം ഞാനതൊന്ന് സിമ്പിളായിട്ട് പറഞ്ഞുതരാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നമ്മുടെ വീട്ടിൽ എല്ലായിടത്തും ശ്രദ്ധിച്ചോളണേ, നമ്മുടെ വീട്ടിൽ, അപ്പോൾ ഇന്ത്യയിൽ ഉള്ള എല്ലാ വീടുകളിലും പോകുന്ന കോമൺ വോൾട്ടേജ് എന്ന് പറയുന്നത് എത്രയായിരിക്കും? 230 വോൾട്ട് ആയിരിക്കും. നമുക്കറിയാം പവറിൻ്റെ ഒരു ഫോർമുലയാണ് എന്ത്? V²/R. അപ്പോൾ എല്ലാ വീടുകളിലും പോകുന്ന വോൾട്ടേജ് 230 ആണെങ്കിൽ നമുക്ക് ഇവിടുത്തെ വോൾട്ടേജിനെ എന്തെന്ന് വിളിക്കാം? ഒരു കോൺസ്റ്റന്റ് എന്ന് വിളിക്കാം. അപ്പോൾ എങ്കിൽ അതിൻ്റെ അർത്ഥം P is proportional to 1/R എന്നല്ലേ? അതായത് പവർ എന്ന് പറയുന്നത് ഈ പറയുന്ന റെസിസ്റ്റൻസിന് എന്താണ്? ഇൻവേഴ്സ്ലി പ്രപ്പോർഷണൽ ആണെന്ന് നമുക്ക് മനസ്സിലാക്കാം. അതായത് ഇത്രയേ ഉള്ളൂ, വോൾട്ടേജ് കോൺസ്റ്റന്റ് ആണെങ്കിൽ, നമ്മൾ കെമിസ്ട്രി പഠിച്ചോ അല്ലേ, വോൾട്ടേജ് കോൺസ്റ്റന്റ് ആണെങ്കിൽ റെസിസ്റ്റൻസ് കുറഞ്ഞാൽ പവർ കൂടും, അതുപോലെ റെസിസ്റ്റൻസ് കൂടിയാൽ പവർ കുറയും. ഇതൊന്ന് ഓർത്ത് വെച്ചോളൂ. ഇത് കണ്ടീഷൻ എപ്പോഴാണ്? വോൾട്ടേജ് എന്ന് പറയുന്നത് ഒരു കോൺസ്റ്റന്റ് ആണെങ്കിൽ മാത്രം ഇത് സംഭവിക്കും. അതാണ് ഇവിടെ പറഞ്ഞേക്കുന്നത്. ഇഫ് ദ വോൾട്ടേജ് ഈസ് കോൺസ്റ്റന്റ് പവർ മാറും. അപ്പോൾ നമ്മളിതൊന്ന് ഓർത്ത് വയ്ക്കുക. ഓക്കെ, ഇപ്പം നമുക്കിത് ചിലപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ വരുമ്പോഴാണ് ഇത് അപ്ലൈ ചെയ്യേണ്ടി വരുന്നത്. അപ്പോൾ ഇതൊക്കെ നിങ്ങൾ ഫിസിക്സ് ആണ് ഞാൻ പറഞ്ഞല്ലോ, ഇത് മനസ്സിലാക്കി വെക്കണം. ഇത് എവിടെ അപ്ലൈ ചെയ്യണമെന്നുള്ളത് ക്വസ്റ്റ്യൻ കിട്ടി കഴിയുമ്പോഴേ നമുക്ക് പറയാൻ പറ്റുള്ളൂ. അപ്പോൾ ഇതെല്ലാം നിങ്ങളുടെ മനസ്സിൽ ഉണ്ടാവണം. അപ്പോൾ നിങ്ങളുടെ മനസ്സിൽ എന്തൊക്കെ ഉണ്ട് ഇന്ന് പഠിപ്പിച്ച് എന്തൊക്കെ കാര്യങ്ങളുണ്ട്? പവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹീറ്റ് ബൈ ടൈം ആണെന്നുള്ള ഓർമ്മയുണ്ട്, പവറിൻ്റെ 3 ഇക്വേഷൻ ഓർമ്മയുണ്ട്, പവറിൻ്റെ യൂണിറ്റ് ഓർമ്മയുണ്ട്. ഈ പറയുന്ന പവർ റേറ്റിംഗ് ഓരോ ഉപകരണത്തിൽ ഒരു വോൾട്ടേജ് റേറ്റിങ്ങിനോടൊപ്പം തന്നു കഴിഞ്ഞാൽ ഈ വോൾട്ടേജ് കിട്ടുമ്പോഴേ ഈ പവർ കിട്ടുകയുള്ളൂ. വോൾട്ടേജ് കൂടിയാൽ പവർ കൂടും, വോൾട്ടേജ് കുറഞ്ഞാൽ പവർ കുറയും, നിങ്ങൾക്കറിയാം. ഇനി വോൾട്ടേജ് എന്ന് പറയുന്നത് ഒരു കോൺസ്റ്റന്റ് ആണെങ്കിൽ പവർ എന്ന് പറയുന്നത് റെസിസ്റ്റൻസിന് ഇൻവേഴ്സ്ലി പ്രപ്പോർഷണൽ ആണ്. ഇത്രയും പോയിന്റുകൾ നിങ്ങളുടെ മനസ്സിലുണ്ടാവണം. ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? കുറച്ച് ചോദ്യങ്ങളിലോട്ട് പോകാം. സിമ്പിൾ ചോദ്യങ്ങളാണ്, വലിയ പാടൊന്നുമില്ല. ക്വസ്റ്റ്യൻസിലോട്ട് പോകാമല്ലോ. അപ്പോൾ ചോദ്യം, അതിൻ്റെ ഉത്തരം നമുക്ക് എന്ത് ചെയ്യാം? ഡിസ്കസ് ചെയ്ത് പോകാം. നേരത്തെ പറഞ്ഞ കാര്യമാണ് ഈ പറയുന്ന റെസിസ്റ്റൻസും പവറും തമ്മിലുള്ള ബന്ധമാണ് ഞാൻ ഇവിടെ നോട്ടിൽ കൊടുത്തിട്ടുള്ളത്. നമ്മൾ വായിച്ചു നോക്കി പറഞ്ഞ കാര്യമാണ്, വായിച്ചു നോക്കാം. ചോദ്യങ്ങളിലോട്ട് വരാം. ചോദ്യങ്ങളും ഉത്തരം നോക്കാം. അപ്പോൾ ചോദ്യം സിമ്പിളാണ്, നമ്മൾ മുന്നേ ഹീറ്റ് പഠിച്ച പോലെ തന്നെയാണ്. കാര്യം വായിച്ചു നോക്കുക, തന്നിട്ടുള്ള എടുത്ത് എഴുതുക, അപ്ലൈ ചെയ്യുക. അറ്റ് വാട്ട് അപ്ലൈഡ് വോൾട്ടേജ് will an electric heating appliance marked as 800 watt 230 volt produces a power of 200 watt? അതായത് അറ്റ് വാട്ട് അപ്ലൈഡ് വോൾട്ടേജ്, ഏത് അപ്ലൈഡ് വോൾട്ടേജിലാണ് എന്ത് പറ്റുന്നത്? കണ്ടീഷൻ എന്താ പറഞ്ഞിരിക്കുന്നത്? ഏത് അപ്ലൈഡ് വോൾട്ടേജിലാണ് ഒരു ഇലക്ട്രിക് ഹീറ്റിംഗ് അപ്ലയൻസ് 200 വാട്ട് പവർ പ്രൊഡ്യൂസ് ചെയ്യുന്നത്? എത്ര വാട്ട് പവർ പ്രൊഡ്യൂസ് ചെയ്യുന്നത്? 200 വാട്ട് പവർ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്കറിയാം പവറാണ് ഇവിടെ കണ്ടുപിടിക്കാനുള്ളത്. അപ്പോൾ നമുക്കൊരു ചോദ്യം വായിക്കും, ഇനി ഒന്നും പിടികിട്ടിയില്ലെങ്കിൽ തന്നിട്ടുള്ള അടുത്തങ്ങ് എഴുതുക. നമുക്ക് വേണ്ട പവർ, കിട്ടേണ്ട പവർ തന്നിട്ടുണ്ട്. എത്രയാണ്? 200 വാട്ട് കിട്ടണം. എത്ര കിട്ടണം? 200 വാട്ട് കിട്ടണം. അപ്പോൾ എത്ര വോൾട്ടേജ് കൊടുക്കണം എന്നുള്ളതാണ് നമ്മുടെ ചോദ്യത്തിൽ പറഞ്ഞിട്ടുള്ളത്. അപ്പം നമുക്കറിയാം പവർ കണ്ടുപിടിക്കണമെങ്കിൽ നമുക്ക് എന്ത് വേണം? വോൾട്ടേജുമായിട്ട് ബന്ധപ്പെട്ട പവറിൻ്റെ ഇക്വേഷൻ ഏതാ? V²/R ആണ് വോൾട്ടേജുമായി ബന്ധപ്പെട്ട. ഇത് നല്ല പാടുള്ള ചോദ്യമാണ്. സിമ്പിൾ, ഞാൻ ഒരു സ്റ്റെപ്പിലിട്ടെന്ന് വെച്ച് നിങ്ങളത് വിചാരിക്കേണ്ട. ചോദ്യം കുറച്ച് ചെയ്യാനുണ്ട്, ശ്രദ്ധിച്ചോ. അപ്പോൾ പവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? പവറും വോൾട്ടേജും തമ്മിലുള്ള ബന്ധം എന്താണ്? I = V²/R. അപ്പോൾ ഇത് വെച്ചിട്ട് നമുക്ക് V കണ്ടുപിടിക്കണമെങ്കിൽ നമുക്ക് P തന്നിട്ടുണ്ട്, 200 വാട്ടാണ് വേണ്ടത്. പക്ഷെ R നമുക്കറിയില്ല. അപ്പോൾ റെസിസ്റ്റൻസ് എങ്ങനെ കണ്ടുപിടിക്കും? ആ റെസിസ്റ്റൻസ് കണ്ടുപിടിക്കാനാണ് നമുക്ക് ഇവിടെ ഒരു സാധനം തന്നിരിക്കുന്നത്. കാരണം ഇതേ ഉപകരണത്തിൽ എന്ത് എഴുതി വെച്ചേക്കാണ്? 240 വോൾട്ട് കിട്ടിയാൽ അത് 800 വാട്ട് പ്രൊഡ്യൂസ് ചെയ്യും. 240 വോൾട്ട് കിട്ടിയാൽ അത് 800 വാട്ട് പ്രൊഡ്യൂസ് ചെയ്യും. അങ്ങനെയാണെങ്കിൽ 200 വാട്ട് പ്രൊഡ്യൂസ് ചെയ്യാൻ എത്ര വോൾട്ടേജ് വേണമെന്നാണ്. വേണമെങ്കിൽ റേഷ്യോ വെച്ച് കണ്ടുപിടിക്കാം. നമ്മൾ അതൊന്നും ചെയ്യുന്നില്ല, നമ്മൾ നോർമൽ രീതി പറയാം. അപ്പോൾ നമുക്കറിയാം, നമുക്ക് എന്തറിയാം? നമുക്കറിയാം പവർ എന്ന് പറയുന്നത് 800 വാട്ട് ആകുമ്പോൾ വോൾട്ടേജ് എന്ന് പറയുന്നത് 240 വോൾട്ടാണ്. അങ്ങനെയാണെങ്കിൽ ഇത് വെച്ച് നമുക്ക് ഈ ഫോർമുല, മുകളിൽ കാണുന്ന ഫോർമുല വെച്ച് റെസിസ്റ്റൻസ് കണ്ടുപിടിച്ചൂടെ? പറ്റുമല്ലോ. എങ്ങനെ കണ്ടുപിടിക്കാം? P = V²/R.
അങ്ങനെയാണെങ്കിൽ അവിടുന്ന് R എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തായിരിക്കും V²/P. അപ്പോൾ ഇവിടെ V നമുക്ക് എത്രയാണെന്നറിയാം, 240 ഇൻറ്റു എത്രയാണ് 240 ബൈ P എത്രയാണ് 800. 0 വെട്ടിപ്പോയി കഴിഞ്ഞാൽ നമുക്ക് കിട്ടും 24 ഇൻറ്റു 24 ബൈ 8 റെസിസ്റ്റൻസ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്കറിയാം 1 8 2 8 16 3 8 24 3 പ്രാവശ്യം. അപ്പോൾ 3 ഇൻറ്റു 24 24 3 തവണയാകുമ്പോൾ എത്രയായിരിക്കും 24 ഇൻറ്റു 3 അല്ലെ, 1 4 4 2 4 8 3 4 12 1 ബാക്കി 3 ഇൻറ്റു 2 6 6 1 7 72. അപ്പോൾ ഇവിടെ നമുക്ക് റെസിസ്റ്റൻസ് കിട്ടി എത്രയാണ് 72 ഓം. അപ്പോൾ ഈ ഉപകരണത്തിൻ്റെ റെസിസ്റ്റൻസ് എത്രയാണ് 72 ഓം. ഇതുകൊണ്ട് നമ്മൾ ചോദ്യം തീർന്നു? ഇല്ല. നമുക്ക് വേണ്ടത് എന്താണ്, ഈ പറയുന്ന വോൾട്ടേജ് ആണ് വേണ്ടത്. അപ്പോൾ നമ്മൾ ഈ 72 അടുത്ത് എവിടെ കൊടുക്കണം, എന്താ ഈ ഫോർമുലയിൽ കൊടുക്കണം. അപ്പോൾ കൊടുക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടും നമുക്ക് നോക്കാം. സ്ഥലത്തിൻ്റെ ഒരു പരിമിതി കാരണം ഞാൻ ഇങ്ങോട്ട് എഴുതുകയാണ്, നിങ്ങൾ മനസ്സിലാക്കിക്കോളാം. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ ഫോർമുല കൊടുക്കുകയാണ്. അപ്പോൾ പുതിയ പവർ നമുക്കറിയാം എത്രയാണ് 200 വാട്ടാണ് വേണ്ടത്. 200 വാട്ട് ഈസ് ഈക്വൽ ടു V². അപ്പോൾ എത്രയാണ് നമുക്കറിയില്ല, ബൈ R എത്രയാണ് 72. അപ്പോൾ ഇതിൽ നിന്ന് V² എത്രയായിരിക്കും 72 ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യും അല്ലേ. അപ്പോൾ 200 ഇൻറ്റു 72. അപ്പോൾ അതിൽ നിന്ന് V എത്രയായിരിക്കും 200 ഇൻറ്റു 72. അപ്പോൾ 72ൻ്റെ ഇരട്ടി എടുക്കണം അല്ലേ. അപ്പോൾ 144 വരുമോ 200 ഇൻറ്റു 72 നമുക്ക് നോക്കാം. 72 വരും അല്ലേ, കാരണം എന്താണ് 72 നമുക്ക് ചെയ്ത് നോക്കാം. 72 ഇൻറ്റു 2 2 2 4 7 7 14 144. അപ്പോൾ 144 2 0 V². അങ്ങനെയാണെങ്കിൽ V എത്രയായിരിക്കും √1440. നമുക്കറിയാം 144ൻ്റെ റൂട്ട് എന്ന് പറയുന്നത് 12, 100ൻ്റെ റൂട്ട് എന്ന് പറഞ്ഞാൽ 10. അപ്പോൾ 12 1 0 120 വാട്ടാണ് ഇവിടുത്തെ പവർ വോൾട്ടേജ് എന്ന് പറയുന്നത്. എത്രയാണ് 120 വോൾട്ടാണ്. അപ്പോൾ എന്താ ഇവിടെ പറഞ്ഞേക്കുന്നത്? അപ്പോൾ ഈ ചോദ്യം നമ്മൾ ഒന്നുകൂടി ഒന്ന് വിശകലനം ചെയ്താൽ നമുക്ക് എന്ത് മനസ്സിലാക്കാൻ പറ്റും? ഒരു ഉപകരണമുണ്ട്, ആ ഉപകരണത്തിൻ്റെ പവർ റേറ്റിംഗ് എന്ന് പറയുന്നത് അതിന് 800 വാട്ട് പവർ ഉൽപ്പാദിപ്പിക്കാൻ പറ്റും 240 വോൾട്ട് കിട്ടിയാൽ. എന്നാൽ അതേ ഉപകരണം 800 ഒന്നും ഉൽപ്പാദിപ്പിക്കേണ്ട, വെറും 200 വാട്ട് മാത്രം ഒന്ന് ഉൽപ്പാദിപ്പിക്കണമെങ്കിൽ അതിന് എത്ര വോൾട്ടേജാണ് വേണ്ടത് നമുക്കറിയാം. വോൾട്ടേജ് കൂടിയ പവർ കൂടും, വോൾട്ടേജ് കുറഞ്ഞാൽ പവർ കുറയുകയും ചെയ്യും. അപ്പോൾ ഇതെങ്ങനെ കണ്ടുപിടിക്കാനാണ് ചോദ്യം. അപ്പോൾ നമുക്കിവിടെ വെച്ചിട്ട് പവർ നമ്മളതിൽ തന്നിട്ടുണ്ട് 200 വാട്ടാണ്. വോൾട്ടേജ് നമുക്കറിയില്ല, നമുക്ക് എന്ത് കണ്ടുപിടിക്കണം, വോൾട്ടേജ് കണ്ടുപിടിക്കണം. അപ്പോൾ പവറും വോൾട്ടേജും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഇക്വേഷൻ എന്താണ്, P is equal to V²/R ആണ്. പക്ഷേ ഇത് ഉപയോഗിക്കണമെങ്കിൽ നമുക്ക് ഇവിടുത്തെ റെസിസ്റ്റൻസ് അറിയണം. ആ റെസിസ്റ്റൻസ് കണ്ടുപിടിക്കാനാണ് ഈ സാധനം തന്നേക്കുന്നത്. എന്താ തന്നേക്കുന്നത്, പവറും അല്ലെ അതേ ഉപകരണമാണ്. അപ്പോൾ അതിൻ്റെ റെസിസ്റ്റൻസ് മാറുമോ, മെറ്റീരിയൽ മാറുന്നുണ്ടോ, ഇല്ല. അപ്പോൾ ആ ഉപകരണത്തിൽ 800 വാട്ട് കൊടുത്താൽ അല്ലെങ്കിൽ 240 വോൾട്ട് കൊടുത്താൽ 800 വാട്ട് അത് തരും. അങ്ങനെയാണെങ്കിൽ അവിടെ വെച്ചിട്ട് P is equal to V²/R വെച്ചിട്ട് നമുക്ക് അവിടുത്തെ R കണ്ടുപിടിക്കാം. നമുക്ക് കിട്ടി 72 ഓം വന്നു. ആ 72 ഓം എടുത്ത് നമ്മൾ ഈ ഇക്വേഷന് കൊടുക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടും, 72 ഇൻറ്റു 200 അത് V² ആണ്. അപ്പോൾ V കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യണം, അതിൻ്റെ റൂട്ട് എടുക്കണം. റൂട്ട് എടുക്കുമ്പോൾ നമുക്ക് 120 എന്ന് കിട്ടി. സോ അതാണ് നമ്മുടെ ഉത്തരം 120 വാട്ട്. ഞാൻ ഇവിടെ ഒറ്റ സ്റ്റെപ്പ് ചെയ്തെങ്കിൽ ഇത്രയും കാര്യം അതിൻ്റെ പുറകിൽ ഉണ്ടെന്നുള്ളത് മനസ്സിലാക്കണം. ഓക്കെ ആണല്ലോ, സെറ്റ് ആണല്ലോ. അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോകാമല്ലോ. അടുത്ത ക്വസ്റ്റ്യൻ എന്താ പറയുന്നത്, കാൽക്കുലേറ്റ് ദ ക്വാണ്ടിറ്റി ഓഫ് ഹീറ്റ് പ്രൊഡ്യൂസ്ഡ് വെൻ എ ഹീറ്റിംഗ് അപ്ലയൻസ് ഓഫ് പവർ 500 വാട്ട് വർക്ക് ഫോർ 5 മിനിറ്റ്സ് അല്ലേ. സിമ്പിൾ ചോദ്യം. പവർ തന്നിട്ടുണ്ട് എത്രയാണ് 500 വാട്ട്. ആ ഉപകരണം വർക്ക് ചെയ്ത സമയം തന്നിട്ടുണ്ട് 5 മിനിറ്റ്. അപ്പോൾ നമുക്കറിയാം 5 × 60 അല്ലെ, എത്രയാണ് 300 സെക്കൻഡ്. ചോദിച്ചിട്ടുള്ളത് ഹീറ്റ് കണ്ടുപിടിക്കുക. അപ്പോൾ നമുക്ക് പറഞ്ഞു പവർ നമുക്കറിയാമെങ്കിൽ ഹീറ്റ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്താണ്, പവർ ഇൻറ്റു ടൈം. സോ എത്രയായിരിക്കും 500 × 300. 5 10 15 എത്ര 0 1 2 3 4 0 അത്രയും ജൂളാണ് അവിടുത്തെ ഹീറ്റ് പ്രൊഡ്യൂസ്ഡ്. സിമ്പിൾ ചോദ്യം അല്ലേ. അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോകാമോ. അടുത്ത, ഹൗ മച്ച് ഹീറ്റ് എനർജി ഈസ് പ്രൊഡ്യൂസ്ഡ്. ഹീറ്റ് എനർജി കണ്ടുപിടിക്കണം. ഇലക്ട്രിക് അപ്ലയൻസിൻ്റെ പവർ തന്നിട്ടുണ്ട്, ടൈം തന്നിട്ടുണ്ട്. സെയിം ചോദ്യം അല്ലേ. അപ്പോൾ ഹീറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്, പവർ ഇൻറ്റു ടൈമാണ് തന്നിട്ടുള്ളത്. നിങ്ങൾ എടുത്ത് എഴുതിക്കൊള്ളണം. ഞാൻ എല്ലാ ചോദ്യം എഴുതുമ്പോൾ വീഡിയോ ലെങ്ത് കൂടും, അതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ പവർ എത്ര 600, ടൈം എത്ര 20 മിനിറ്റ്. അപ്പോൾ 20 × 6 അല്ലേ. അപ്പോൾ 6 12 120 1200 സെക്കൻഡ് ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടും, 12 × 6 72 1 2 3 4 0 അല്ലേ. 1 2 3 4 0 ഇത്രയും ജൂളെന്ന് കിട്ടും ഹീറ്റ്. നേരത്തെ സെയിം ടൈപ്പ്. അടുത്ത ചോദ്യം. ക്വസ്റ്റ്യൻ പറഞ്ഞേക്കുന്നത് എന്താ, ക്വസ്റ്റ്യൻ നിങ്ങൾ ടെക്സ്റ്റ് ബുക്കിൽ നിന്ന് വായിച്ചോ.
ഹൗ മച്ച് ഹീറ്റ് എനർജി വിൽ ബി പ്രൊഡ്യൂസ്ഡ് ഇഫ് എ ഹീറ്റിംഗ് അപ്ലയൻസ് ഓഫ് 250 വാട്ട് പവർ ഓപ്പറേറ്റ് ഫോർ 10 മിനിറ്റ്സ്. സെയിം പരിപാടിയല്ലേ. ഹീറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? പവർ 250 ഇൻറ്റു ടൈം എത്ര? 10 മിനിറ്റ്. അപ്പോൾ 10 × 60 600 അല്ലേ. 6 × 25 നമുക്ക് എത്ര? 25 × 6 ആകുമ്പോൾ എത്രയാണ്? 25 × 6 25 × 2 ആകുമ്പോൾ 50 അല്ലേ. 4 ആകുമ്പോൾ 100 150 150 1 2 3 0. ഓക്കെ, 150 പിന്നെ 3 0. ഇത്രയും ജൂളെന്ന് കിട്ടും. സെയിം ടൈപ്പ് അല്ലേ. അടുത്ത ചോദ്യം നോക്കടാ. ആൻ ഇലക്ട്രിക് ഹീറ്റർ പ്രൊഡ്യൂസസ് 4000 ജൂൾ ഓഫ് ഹീറ്റ്. ഹീറ്റ് എത്രയാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് തന്നിട്ടുണ്ട്. 5 മിനിറ്റ് ആണ് ഓപ്പറേറ്റ് ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ പവർ കണ്ടുപിടിക്കുക. സെയിം തിരിച്ചിട്ടാൽ പോരെ അല്ലേ. ഹീറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ പവർ ഇൻറ്റു ടൈം. അപ്പോൾ അതിൽ നിന്ന് ചോദിച്ചിട്ടുള്ളത് എന്താണ്? പവർ എന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പോൾ എന്തായിരിക്കും? ഹീറ്റ് ബൈ ടൈം. ഇവിടെ ഹീറ്റ് എത്രയും തന്നിട്ടുണ്ട്? 4 5 1 2 3 4 തന്നിട്ടുണ്ട്. ടൈം 5 മിനിറ്റ്. അപ്പോൾ 5 × 60 എത്രയാണ്? 300 300 0 0 വെട്ടിപ്പോയി. 4 5 0 0 / 3 നമുക്ക് 1500. പവറിൻ്റെ യൂണിറ്റ് വാട്ടാണ്. വാട്ട്.